പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ദീർഘകാലമായുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ വർഷത്തെയും വിജയത്തിന് ആധാരമെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ വി പ്രഭാകരൻ പറഞ്ഞു. ജനങ്ങളെ ചേർത്ത് നിർത്തി വികസന പ്രവർത്തനങ്ങളുമായി മുന്നണി ഭരണവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ്. അത് വിജയത്തിന് ഇത്തവണ മാറ്റുകൂട്ടി. തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 65 വർഷമായി ഇടതുപക്ഷം തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയാണ്. വികസന പദ്ധതികൾക്കുള്ള ജനതയുടെ അംഗീകാരമാണ് ഇടതുപക്ഷം നേടിയ വിജയത്തിന് നിദാനമായതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറും മുതിർന്ന CPM നേതാവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന വി പ്രഭാകരൻ പറയുന്നു. പത്തിയൂർ പഞ്ചായത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ്. 60 വർഷക്കാലം കൊണ്ട് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഇടതുപക്ഷമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുകയാണ് ഉണ്ടായത്. അപവാദ പ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും ധാരാളം എതിർ രാഷ്ട്രീയ കക്ഷികൾ നടത്തി. CPM-നോടൊപ്പം സഞ്ചരിച്ചിരുന്ന അവർ തന്നെ ശത്രുവർഗ രാഷ്ട്രീയക്കാരോട് മാത്രമല്ല വർഗീയ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്തുകൊണ്ട് അവരോടൊപ്പം ചേർന്നു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കും, അധികാരത്തിൽ ഞങ്ങൾ വരുമെന്ന് ഇരുകൂട്ടരും UDF-ഉം BJP-യും മത്സരിച്ച് പറയുണ്ടായി. ജനങ്ങളിതൊന്നും ചെവിക്കൊണ്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിട്ടയാർന്ന അടുക്കോടുകൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ജനങ്ങളുമായിട്ട് ഉള്ള ബന്ധം, ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇടപെടലുകളും വികസനങ്ങളുമാണ് ഈ പത്തിയൂർ പഞ്ചായത്തിൽ നടന്നത്. ഒരു ജാതി വിവേചനവും ഉണ്ടായിട്ടില്ല. എല്ലാ വിഭാഗങ്ങളെയും മതേതരത്വത്തിൻ്റെ ചിന്ത അവരിലെല്ലാം വളർത്തിക്കൊണ്ട് വികസനത്തിൻ്റെ വലിയ ഉയർച്ചയിലേക്കാണ് പത്തിയൂർ പഞ്ചായത്ത് പോയിട്ടുള്ളത്. കേരളത്തിൽ ഒരു പഞ്ചായത്തും നടപ്പാക്കാത്ത വികസന കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ തലമുറകൾക്ക് കൈമാറിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അസ്തിത്വമാണ്, അതിൻ്റെ വളർച്ചയാണ് ഇന്ന് പത്തിയൂരിൽ കാണുന്നത്. ഒരു കോമ്പൗണ്ടിൽ പഞ്ചായത്ത് ഇന്ന് ഫാമിലി ഹെൽത്ത് സെൻ്ററും കൃഷിഭവനും മൃഗാശുപത്രിയും ആയുർവേദ ആശുപത്രിയും ഹോമിയോ ആശുപത്രിയും ഈ കേരളത്തിലെങ്ങും ഇല്ലാത്ത, ഒരുപക്ഷെ മറ്റൊരു പഞ്ചായത്തിലും ഇല്ലാത്ത രീതിയിൽ പഞ്ചായത്ത് തനതായിട്ട് വൃദ്ധസദനം 20 പേർക്ക് നിരാലംബരും നിരാശ്രയരുമായിട്ടുള്ള ആളുകൾക്ക് അവിടെ പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് പകൽ വീട് വയോവൃദ്ധരായിട്ടുള്ള ഒറ്റപ്പെട്ട ആളുകൾ വീടുകളിൽ കഴിയുന്നവരെ രാവിലെ പകൽ വീട്ടിലേക്ക് കൊണ്ടുവരിക, അവർക്ക് രാവിലെ മുതൽ വേണ്ട ഭക്ഷണവും പരിചരണവും നൽകി അവരെ വീടുകളിൽ കൊണ്ടുവരുന്നതിനുമുള്ള വാഹനമടക്കം ഏർപ്പെടുന്നു. അതുപോലെ തന്നെ ഗ്രാമവണ്ടി കേരളത്തിൽ വളരെ അപൂർവം പഞ്ചായത്തുകളിൽ മാത്രമേ ഉള്ളൂ. ഒരു ഓഫീസിൻ്റെ എല്ലാവിധമായ പവിത്രതയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കിരുന്ന് ജോലി ചെയ്യത്തക്ക സംവിധാനം, വരുന്ന പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഇരിപ്പിടം, കുടിവെള്ളം, അവരെ മാന്യമായി തന്നെ ഒരുവിധമായിട്ടുള്ള പാരിതോഷികവും കൂടാതെ സൗജന്യമായി സേവനം നൽകുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള രൂപത്തിൽ ഉയർന്ന കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തായി പത്തിയൂർ പഞ്ചായത്ത് ഇന്ന് ഉയർന്നു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്തിലെ ജനങ്ങൾ എന്നും ഇടതുപക്ഷത്തിനോടൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇടതുപക്ഷ പ്രവർത്തകരുടെ ചിട്ടയായ പ്രവർത്തനം ജാതിക്കും മതത്തിനും അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചതാണ് ഇടതുപക്ഷം കൈവരിച്ച വിജയത്തിന് കാരണമെന്നും അദ്ദേഹം പറയുന്നു. വികസന പദ്ധതികളും നടപ്പിലാക്കിയ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളുമാണ് പഞ്ചായത്തിൽ LDF-നെ ജനങ്ങൾ വിജയിപ്പിച്ചതിന് കാരണം. ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഗ്രാമപഞ്ചായത്ത് ഭരണകർത്താക്കൾ നടപ്പിലാക്കിയ പല വ്യത്യസ്തങ്ങളായ പദ്ധതികളും ജനങ്ങൾ ഏറ്റെടുത്തു. ഇത്തവണ ഇടതുമുന്നണി ആവേശകരമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഭരണസമിതികൾ നടപ്പിലാക്കിയ പകൽ വീട്, വൃദ്ധസദനം, ഹോമിയോ, ആയുർവേദം, PHC, മൃഗാശുപത്രി, കൃഷിഭവൻ എന്നിവയെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് കാരണമായി. ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനത്ത് തന്നെ ഇതെല്ലാം സ്ഥാപിക്കുന്നതിന് ഭരണസമിതികൾക്ക് കഴിഞ്ഞു. ഗ്രാമവണ്ടി, ഗ്രാമജ്യോതി പദ്ധതികൾ ജനം ഏറ്റെടുത്തു. എല്ലാ വിഭാഗം ജനതയുടെയും പിന്തുണയോടുകൂടിയാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. എല്ലാ ജനവിഭാഗങ്ങളോടും നന്ദി രേഖപ്പെടുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, പത്തിയൂർ.